ഭഗവാനെ നമസ്കരിച്ച് ആചാര്യന്മാരെ വന്ദിച്ച് ഭക്തജനങ്ങൾക്ക് ഏവർക്കും എന്റെ നമസ്കാരത്തെ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അടുത്ത കുറച്ച് സെന്റൻസ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഭഗവാന്റെ ഇതുപോലെ മനുഷ്യാത്മാക്കൾ ജഗദ്ഗുരുവിന്റെ മർദ്ദനമാകുന്ന നിഷ്കാമകർമ്മം കൊണ്ട് നിഷ്കളങ്കരാവണം എന്നാണ്. കലിയുഗാന്ത്യത്തിൽ നമ്മൾ നിഷ്കളങ്കരാകണമെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. നിഷ്കാമകർമ്മം ഒടുക്കിയാൽ പിന്നീട് അതേ ആത്മാക്കൾ സ്വർഗതുല്യരായി അഥവാ ജഗദ്ഗുരുവിന്റെ സ്വയം പ്രകാശമായി തീരുക മാത്രമല്ല, ആത്മാക്കൾക്ക് പൊതുവെ അവൻ ഏകസ്വരൂപനായും തീരുന്നു. അപ്പൊ എല്ലാം ഒന്നായിട്ട് നമ്മൾക്ക് കാണുവാനും കേൾക്കുവാനും ഭവിക്കും. ആ ഒരു അവസ്ഥയാണ് കലിയുഗാന്ത്യത്തിൽ നിഷ്കളങ്കത കൊണ്ട് ഉണ്ടാവുന്നത്. ഇങ്ങനെ അവർണ്ണനീയമായ നിലയിൽ ജഗദ്ഗുരുവും തന്റെ സ്വയം പ്രകാശമായി വർത്തിക്കുന്നു. ഇതിനാൽ നേരിട്ട് അവതരിക്കുന്ന യുഗത്തിലെ തന്റെ അവസ്ഥ മാത്രമാണ് ഇത്. തന്റെ ചരിത്രമല്ല, താൻ നേരിട്ട് ലോകത്തിന് പ്രദാനം ചെയ്യുന്ന മോക്ഷ വ്യവസ്ഥകളാണ്. ഭഗവാൻ അപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. മോക്ഷ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മളും സദ്ഗുരുവിനോടൊപ്പം തന്നെ ഈശ്വരന് പോലും മോക്ഷം വേണമെന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ സദ്ഗുരു അവതരിച്ചിരിക്കുകയാണ് ആ മോക്ഷ വ്യവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ. അതിനോടൊപ്പം തന്നെ തന്റെ സൃഷ്ടികളും സൽക്കർമ്മവും നിഷ്കാമകർമ്മം ചെയ്ത് നിഷ്കളങ്കരായി വാഴുവാനാണ് അരുളി ചെയ്തിരിക്കുന്നത്.